മക്കളെ വെരി വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങൾ പറഞ്ഞുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. ഇന്നും നമ്മൾ അത് തന്നെയാണ് ചെയ്യണത്. നമുക്ക് എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോഹം കൊണ്ടുള്ള കട്ടിയായ ഒരു വൃത്തസ്തൂപികയുടെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും ചെരിവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 13 സെന്റിമീറ്ററും ആണെങ്കിൽ ഉയരം കാണുക അല്ലെങ്കിൽ അയാളുടെ ഹൈറ്റ് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമ്മൾ എന്താ ഒരു ചിത്രം അങ്ങോട്ട് വരച്ചോണ്ട് മക്കളെ ചിത്രം അങ്ങോട്ട് വരച്ചോണ്ട് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാ നമ്മൾ ചിത്രം വരയ്ക്കാൻ പോവാണ്. നമുക്കൊരു കോൺ ഉണ്ട് അല്ലെങ്കിൽ വൃത്തസ്തൂപിക ഉണ്ട്. ഈ വൃത്തസ്തൂപിക അയാൾക്കൊരു സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അയാളുടെ സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ചെരിവുയരം എന്ന് പറയുന്നത്. ആ ചെരിവുയരം എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ആരം അല്ലെങ്കിൽ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ട എന്താ, ഈ സ്തൂപികയുടെ അല്ലെങ്കിൽ ഈ കോണിന്റെ ഹൈറ്റ് ആയിട്ടുള്ള ഈ ചെങ്ങായിനെയാണ് നമുക്ക് കാണേണ്ടത്. റെഡി അല്ലേ? എടാ മക്കളെ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് അല്ലെങ്കിൽ മട്ടത്രികോണമുണ്ട് അല്ലേ. മട്ടത്രികോണത്തിലെ 2 വശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. 2 വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ ഒരു വശം കാണാൻ നമുക്കറിയില്ലേ, ആരെ കൊണ്ടുവരും? നമ്മള് പൈതഗോറസിനെ നമ്മൾ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താ, ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് ആണ്. ഈ സ്ലാൻഡ് ഹൈറ്റിൽ നമ്മൾ L എന്ന് ഡിനോട്ട് ചെയ്യും അല്ലെ. റേഡിയസിനെ നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്യും. സെറ്റ് ആണോ? ഇതിൽ നമുക്ക് കാണേണ്ടത് H ആണ്. നമുക്ക് കാണേണ്ടത് നമുക്ക് പൈതഗോറസിനെ ഇവിടെ ഒന്ന് കൊണ്ടു നോക്കുക. അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് H² ഈസ് ഈക്വൽ ടു എന്താ, കർണമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള ഈ എല്ലിന്റെ സ്ക്വയർ മൈനസ് ബേസ് ആയിട്ടുള്ള റേഡിയസിന്റെ സ്ക്വയർ. സെറ്റ് ആണോ മക്കളെ? എല്ലിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് 13 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സെറ്റ് അല്ലേ? അടുത്തത് 6 ആയിട്ടുള്ള 5 ആണ്. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. സെറ്റ് ആണോ? ഈ 169ൽ നിന്നും 25 പോയാൽ നമുക്ക് 144 എന്ന് കിട്ടും. അപ്പോ H² ആണ് നമുക്ക് 144 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ H ഈക്വൽ ടു √44 വരും. അതായത് ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ റൂട്ടായിട്ട് മാറും. അപ്പൊ √144 അല്ലെങ്കിൽ 144 എന്ന് പറയുന്നത് വെറും 12 ആണ്. സെറ്റ് ആണോ? 12 സെന്റിമീറ്റർ എന്ന് എഴുതണം. എടാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണെങ്കിൽ അയാൾ ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ ആയാൽ അയാളും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 5ഉം അതേപോലെ 12ഉം ആണെങ്കിൽ അടുത്തൊരു വശം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് 13 ആയിരിക്കും. സെറ്റ് ആണോ? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 5ഉം 13ഉം ആണ് തന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു വശം എന്ന് പറയുന്നതും എന്തായിരിക്കും, 12 ആയിട്ട് മാറും. സെറ്റ് ആണോ? പൈതഗോറസിനെ നമുക്ക് ഓർമ്മ ഇല്ലെങ്കിൽ നമ്മളടാ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. നമുക്ക് വരച്ചൂടെ? മുകളിൽ നമ്മള് കർണം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് എഴുതുക. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. താഴെ നമുക്ക് പാദം സ്ക്വയർ അല്ലെങ്കിൽ ബേസ് സ്ക്വയർ എന്ന് എഴുതുക. അടുത്തൊരു കോളത്തില് ലംബം സ്ക്വയർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് എഴുതാം. സെറ്റ് ആണോ? റെഡി ആണോ? ഇതിന് നമുക്ക് കർണമാണ് കാണേണ്ടതെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. റെഡി ആണോ? ഇനി നമുക്ക് പാദമാണ് കാണേണ്ടതെങ്കിൽ കർണത്തിൽ നിന്നും, അതായത് ഈ ലംബം കുറച്ചാൽ മതി. കർണത്തിൽ നിന്നും ഈ ലംബം അങ്ങോട്ട് കുറച്ചാൽ മതി. ഇനി നമുക്ക് ലംബമാണ് കാണേണ്ടതെങ്കിൽ ഈ കർണത്തിൽ നിന്നും പാദം അങ്ങോട്ട് കുറച്ചാൽ മതി. സെറ്റ് ആണോ? നമുക്കിതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് ആ ബി ക്വസ്റ്റ്യൻ? നമ്മൾ H നിലവിലോട്ട് കണ്ടു. H എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സ്തൂപികയുടെ അല്ലെങ്കിൽ ഈ കോണിന്റെ
വ്യാപ്തം കാണാൻ പറഞ്ഞിട്ടുണ്ട്, വോളിയം കാണാൻ. നമുക്കറിയാം ഏതൊരു കോണിന്റെയും വ്യാപ്തം കാണാനുള്ള സമവാക്യം നമുക്കറിയാം. നമുക്കറിഞ്ഞൂടെ മക്കളെ, ഇയാളൊരു വൃത്തസ്തംഭമാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇക്വേഷൻ, വൃത്തസ്തംഭമാണെങ്കിൽ ഓക്കെ റെഡിയാണോ? സിലിണ്ടർ ആണെങ്കിൽ അവിടെ നമ്മൾ വോളിയം കാണാൻ ഒരു ഇക്വേഷൻ ഉപയോഗിക്കും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആയിരിക്കും അല്ലേ? എടാ ഇതിലൊരു 1/3 വന്നാൽ അത് ഈ വൃത്തസ്തൂപികയുടെ അല്ലെങ്കിൽ കോണിന്റെ വോളിയം അല്ലേ? അപ്പൊ എന്താ, 9ാം ക്ലാസ്സിൽ പഠിച്ച സ്തംഭങ്ങളുടെ ചാപ്റ്റർ എന്താ, കണക്റ്റഡ് ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇതിൽ നമുക്ക് ആൾക്കാരെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടുമോ? ഒരു സംശയവും ഇല്ലാതെ കിട്ടും. നമുക്കറിയാം 1/2 എന്ന് പറഞ്ഞ ചങ്ങായി നമുക്കറിയാം, അതേപോലെ പൈനെ നമുക്കറിയാം, അതേപോലെ സോറി മക്കളെ 1/2 അല്ല കേട്ടോ, 1/3 ആണ്. 1/3 ആണ് ഇതിന്റെ 3ൽ ഒരു ഭാഗമാണ്. സെറ്റ് ആണോ? 1/3 ആണ്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഏതൊരു കോണിന്റെയും വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. 1/3 അറിയാം, പൈ അറിയാം, റേഡിയസും നമുക്കറിയാം 25 ആണ്, 5ന്റെ സ്ക്വയർ. അഗൈൻ ഞാൻ 5 × 5 എന്ന് എഴുതുന്നു. ഇൻറ്റു ഹൈറ്റ് നമുക്കറിയാം, ഹൈറ്റ് എത്ര, 12 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 12 എന്ന് എഴുതി. എടാ മക്കളെ, ഈ 3നെയും അതേപോലെ ഈ 12നെയും നമുക്ക് കട്ട് ചെയ്തൂടെ? 4 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. 4 3 എന്താ, 12 ആണെന്ന് നമുക്കറിയാം. എഗെയിൻ ഇവിടെ 5 × 5 അല്ലെങ്കിൽ 5 × 5 എന്ന് പറയുന്നത് എന്താ, 25 ആണ്. ആ 25 × 4 എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ നമുക്ക് 100 പൈ, ഇത് വോളിയം ആയത് കൊണ്ട് തന്നെ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. സെറ്റ് ആണോ? റെഡി ആണോ? അപ്പൊ ഏതൊരു കോണിന്റെയും അല്ലെങ്കിൽ ഏതൊരു വൃത്തസ്തൂപികയുടെയും വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ആണ് 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത്. ആ കാര്യം ഓർത്ത് വെക്കണം, കൂട്ടത്തിൽ ഓർത്ത് വെക്കണം. ഈ 1/3 ഇല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് വൃത്തസ്തംഭത്തിന്റെ വോളിയവും ആയിരിക്കും. നമുക്ക് ബി ക്വസ്റ്റ്യൻ അല്ല സി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ സി ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. സി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ, ഇതിനെ ഉരുക്കി, അപ്പൊ ഈ ഒരു സ്തംഭത്തെ അല്ലെങ്കിൽ സോറി ഈ ഒരു സ്തൂപത്തെ നമ്മൾ ഉരുക്കാണ്, മെൽറ്റ് ചെയ്യാൻ പോവാണ്. മെൽറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാക്കണേ, 1 സെന്റിമീറ്റർ ആരവും 1 സെന്റിമീറ്റർ ഉയരവുമുള്ള ചെറിയ വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഇയാളെ ഉരുക്കിയിട്ട് എന്താ, കുറെ വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വൃത്തസ്തൂപികൾ കിട്ടും എന്നാണ് ചോദിക്കുന്നത്. സെറ്റാണോ? നമുക്ക് ആ വൃത്തസ്തൂപിക ഒന്ന് വരച്ചു നോക്കാം. എന്താണ്, ഇയാളെ ഉരുക്കിയിട്ട് എന്താ കുറെ വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിൽ ഒരു വൃത്തസ്തൂപിക ഇയാൾ. ആ വൃത്തസ്തൂപികയുടെ റേഡിയസ് 1 സെന്റിമീറ്ററും ഹൈറ്റ് ആയ ഇയാള് എന്ന് പറയുന്നത് 1 സെന്റിമീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട്. എടാ, ഒരാളെ ഉരുക്കുക എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ചെത്തിക്കളയുക എന്ന് പറയുമ്പോഴും നമ്മൾ അവിടെ വ്യാപ്തത്തെ അല്ലെങ്കിൽ വോളിയത്തെയാണ് നമ്മൾ എന്താ ഷെയ്പ്പാക്കാൻ ചെയ്യുന്നത്. അപ്പൊ ഇയാളുടെ വോളിയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ചോദിച്ചിട്ടുള്ള ഈ ചെങ്ങായി എത്ര സ്തൂപികൾ കിട്ടും എന്നുള്ള ആൻസർ കിട്ടും. എന്താ, നമ്മൾ ഒരാളെ ചെത്തിക്കളയുക എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ വോളിയത്തിനെ മെൽറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉരുക്കുക എന്ന് പറയുമ്പോഴും നമ്മൾ അവിടെ വോളിയത്തിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടത് എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇയാളെ ഉരുക്കുമ്പോൾ. അപ്പൊ ഇയാളുടെ വോളിയം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത്രയും വൃത്തസ്തൂപികളുടെ അല്ലെങ്കിൽ കോണിന്റെ എണ്ണം നമുക്ക് കിട്ടും. ചെയ്തൂടെ? അപ്പൊ ഇയാളുടെ വോളിയത്തെ ഞാൻ V1 എന്ന് വിളിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം, V1 എടുക്കുകയാണെങ്കിൽ ഈ വലിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് V1 എന്ന് എഴുതി വെക്കണം. ഇയാളെ ഞാൻ V2 എന്ന് വിളിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം, ചെറിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് V2 എന്ന് എഴുതി വെക്കൂലേ? ഓക്കെ. അപ്പൊ ഇയാളുടെ വലിയ ആളെ വോളിയത്തിനെ ഞാൻ ചെറിയ ആളെ വോളിയമായ V2 കൊണ്ട് ഞാൻ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എടാ, അവിടെ എണ്ണം കിട്ടും. എത്ര സ്തൂപികകൾ ഉണ്ടായി എന്നുള്ള എണ്ണം നമുക്ക് കിട്ടും. അപ്പൊ V1 എന്ന് പറയുന്നത് എത്രയാ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ ഈ ഇക്വേഷൻ അതേപോലെ എഴുതി വെക്കുക. എന്തിനാ എഴുതി വെക്കുന്നോ? വെട്ടാൻ സുഖത്തിനാണ്. അപ്പൊ 1/3 ഇൻറ്റു പൈ ഇൻറ്റു ഇതാ ആർ സ്ക്വയർ എച്ച് ആണ്. R² H തന്നെയാണ് ഡിവൈഡഡ് ബൈ ഈ ചെറിയ ആളതും
1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എച്ച് തന്നെയാണ്. ഇതിലിനി വാല്യൂകൾ എന്താ, നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, 1/3 വലിയ ആളത് 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ 5 ഇൻറ്റു 5 ആണ്. ആർ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അപ്പൊ 5 ഇൻറ്റു 5 എന്ന് വരും. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഹൈറ്റ് ആയ അയാള് 12 ആണ്. ഡിവൈഡഡ് ബൈ ചെറിയ ആളത് അപ്പൊ 1/3 ഇൻറ്റു പൈ ഇൻറ്റു ചെറിയ ആളെ റേഡിയസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ് അല്ലെ. ഇനി ചെറിയ ആളെ ഹൈറ്റ് എന്ന് പറയുന്നതും എന്താ 1 സെന്റിമീറ്റർ തന്നെയാണ്. നമുക്കിനി ആൾക്കാരൊക്കെ ഒന്ന് കട്ട് ചെയ്തൂടെ. ഓക്കെ, ഈ 1/3 ഞാൻ കട്ട് ചെയ്തു, ഈ 1/3 കട്ട് ചെയ്തു, ഈ പയ്യനെയും ഞാൻ കട്ട് ചെയ്തു, പയ്യനെയും ഞാൻ കട്ട് ചെയ്തു. ഈ 1 ഇൻറ്റു 1 ഇൻറ്റു 1 പറഞ്ഞാൽ എന്താ 1 തന്നെയല്ലേ. അപ്പോ താഴെ എന്താ ആരുമില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ഇൻറ്റു 12 എന്ന് പറയും. റെഡി ആണോ? ഈ 5 ഇൻറ്റു 12 എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 5 ഇൻറ്റു 60 ഈക്വൽ ടു 300 എന്ന് കിട്ടും. അപ്പോ ഈ 300 എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ 300 എന്ന് പറയുന്നത് എന്താ, ഈ വലിയ ചെങ്ങായിനെ ഉരുക്കിയിട്ട് എന്താ ഇതേപോലെ ചെറിയ കുറെ സ്തൂപികൾ ഉണ്ടാക്കും. ആ സ്തൂപികകളുടെ എണ്ണമാണ് ഈ 300 എന്ന് പറയുന്നത്. സെറ്റാണോ? അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഉണ്ടാവില്ല. എണ്ണമായത് കൊണ്ട് തന്നെ അയാൾക്ക് എന്താ യൂണിറ്റ് എന്താ ഉണ്ടാവൂല. എണ്ണം സമം 300 എന്ന് കിട്ടും. റെഡി ആണോ? അപ്പൊ ഒരാളെ ഉരുക്കുക അല്ലെങ്കിൽ ചെത്തിക്കളയുക എന്ന് പറയുമ്പോൾ അയാളുടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്. സെറ്റാണോ മക്കളെ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. മക്കളെ, നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചെറിയൊരു ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ 1-2 മാർക്കിനോ ഒക്കെ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്താ നോക്കാം. ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണ്. പാദത്തിന്റെ നീളം 20 സെന്റിമീറ്റർ ആയാൽ ചെരിവുയരം എത്ര സെന്റിമീറ്റർ ആണ്? നമുക്കെന്താ ഒരു പിരമിഡ് ഉണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ് ഉണ്ട്, അല്ലെങ്കിൽ സമചതുര സ്തൂപികയുണ്ട്. അയാളുടെ പാർശ്വമുഖങ്ങളൊക്കെ എന്താ സമഭുജ ത്രികോണമാണ്. ഇതാണ് നമ്മളുടെ സമചതുര സ്തൂപിക അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. അയാളുടെ പാർശ്വമുഖങ്ങൾ 4 പാർശ്വം ഇങ്ങനെയുള്ള മുഖങ്ങളെയാണ് നമ്മൾ പാർശ്വമുഖങ്ങൾ എന്ന് പറയുക. താഴെയുള്ള ചെങ്ങായിനെ നമ്മൾ എന്താ പാദമുഖം അല്ലെങ്കിൽ ബേസ് ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പൊ ഈ ലാറ്ററൽ ഫേസിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഒരു ഫേസ് എന്ന് പറയുന്നത് ത്രികോണമാണ്. ഈ ത്രികോണം എന്താ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതേപോലെ എല്ലാ ആംഗിളുകളും അല്ലെങ്കിൽ എല്ലാ കോണുകളും ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ഒരു കോൺ എന്ന് പറയുന്നത് എന്താ 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ എല്ലാ കോണും എന്താ 60 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്കറിയാം. നമുക്ക് ആ ചെങ്ങാനെ ഒന്ന് വരച്ചു നോക്കിയാലോ. ആരെ? ഈ പറഞ്ഞിട്ടുള്ള സമചതുര സ്തൂപികനെ നമുക്കൊന്ന് വരച്ചു നോക്കാം. എടാ മക്കളെ, ഇതാണ് നമ്മളുടെ സമചതുര സ്തൂപിക എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു എഡ്ജ് പോവും, അടുത്തൊരു എഡ്ജ്, അടുത്തൊരു എഡ്ജ്. ഈ എഡ്ജ് വരച്ചിട്ടുള്ള എഡ്ജുകളൊക്കെ എന്ന് പറയുന്നത് എന്താ ലാറ്ററൽ എഡ്ജ് ആണ്, അല്ലെങ്കിൽ പാർശ്വമുഖത്തിന്റെ എഡ്ജ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താ ഈ ത്രികോണങ്ങൾ ഓരോ ലാറ്ററൽ ഫേസും നമ്മൾ ഇയാളെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഈ ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളുടെ ചിത്രം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, അടുത്തൊരു ട്രയാങ്കിളും അടുത്തൊരു ട്രയാങ്കിൾ. ഇതല്ലേ നമ്മളുടെ ചിത്രം. ഇയാളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്ടാവുക. ഓക്കെ, തന്നിട്ടുണ്ട്. ഈ ത്രികോണങ്ങളൊക്കെ എന്താ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാദത്തിന്റെ നീളം, പാദത്തിന്റെ നീളം? ഈ സ്തൂപികയുടെ പാദത്തിന്റെ നീളം എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇയാൾ ഒരു സമചതുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, സമചതുര സ്തൂപിക. അപ്പൊ എന്താ ഈ സൈഡും എല്ലാ സൈഡും 20 ആയിരിക്കും. ഇങ്ങോട്ട് വരുമ്പോ ഇതായിരിക്കും അതിന്റെ സൈഡുകൾ എന്ന് പറയുന്നത്. പൊതുവെ അയാളെ നമ്മൾ എ എന്നാണ് വിളിക്കാറ് അല്ലെ, ആയിക്കോട്ടെ. അങ്ങനെ ആയാൽ ചെരിവുയരം അല്ലെങ്കിൽ സ്ലാന്റ് ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണോ? അല്ല, ഇത് ലാറ്ററൽ എഡ്ജ് ആണ്. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഈ പോയിട്ടുള്ളത് ഇതാണ് നമ്മളുടെ സ്തൂപമെങ്കിൽ ഇതാണ് ലാറ്ററൽ എഡ്ജ്, വക്ക് എന്ന് പറയും. ലാറ്ററൽ
പാർശ്വമുഖ വക്ക്. അപ്പോ ഈ ചെരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞത് ഈ സെന്ററിൽ കൂടെ പോയിട്ടുള്ള ഈ ഹൈറ്റിനെയാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് നമ്മൾ പറയാറ് അല്ലെ. അപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഇതാണ് അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ആ ചെരിവ് ഉയരം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സെറ്റാണോ? എടാ മക്കളെ, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ വശങ്ങളും എന്താ 20 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോ ഈ ട്രയാങ്കിളിന്റെ ഈ ഹൈറ്റ് എന്ന് പറയുന്നതും ഈ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ടുള്ള ഈ എൽ എന്ന് പറയുന്നതും ഒരാള് തന്നെയാണ് അല്ലേ. എടാ ഇവിടെ ഒരു സെന്റർ ഉണ്ടാവും. നമ്മൾ ഇങ്ങോട്ടൊന്ന് വരയ്ക്ക. ഇത് എന്ന് പറയുന്നത് ഈ സ്തൂപത്തിന്റെ ഹൈറ്റ് ആണ്. നമ്മളുടെ ഇവിടെ കണക്ഷൻ എന്താ? ഈ സ്തൂപത്തിന്റെ സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ഈ എൽ എന്ന് പറയുന്നതും ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നതും ഒരാള് തന്നെയാണ്. സംബന്ധിച്ചെന്താ? ഒരാളാണ്. ഇപ്പൊ എന്റെ അച്ഛനെ ഞാൻ വിളിക്കുന്നത് അച്ഛൻ എന്നാണ് അല്ലെ, അച്ഛ എന്നാണ് വിളിക്കല്. അപ്പൊ വേറൊരാള് വിളിക്കുന്നത് എന്താ? മാമ. അയാൾക്ക് എന്താ? അത് മാമനായിരിക്കും, അളിയനൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഈ സ്തൂപത്തിനെ സംബന്ധിച്ച് ഈ എൽ എന്ന് പറയുന്നത് എന്താ? ഇയാളുടെ ചെരിവ് ഉയരമാണ്. സെറ്റാണോ? ഈ ത്രികോണത്തെ സംബന്ധിച്ച് എന്താ? ഇയാൾ എന്ന് പറയുന്നത് അതിന്റെ എച്ചാണ്. രണ്ടാൾക്കാരും ഒരാൾ തന്നെയാണ്. രണ്ടാൾക്കാർക്കും എന്താ? ഒരളവ് തന്നെയായിരിക്കും. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചുള്ളത് ഇതിന്റെ ചെരിവ് ഉയരം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഇയാളുടെ ഹൈറ്റ്. എടാ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അയാളുടെ ഹൈറ്റ് കാണാൻ നമുക്കറിയാം എന്താ? a√3/2 ആണെന്ന്. h = a√3/2 ആണെന്ന് നമുക്കറിയാം. എ എന്ന് പറഞ്ഞ ചെങ്ങായിയാണ് ഈ ചെങ്ങായി, അതായത് ഒരു വശം എന്ന് പറഞ്ഞ് 20 ആണ്. അപ്പൊ 20√3/2 = 10√3 എന്ന് നമുക്ക് എന്താ ആൻസർ വരും. ഈ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട. നമുക്കിവിടെ വേറൊരു ചെങ്ങായി നമുക്കറിയാം. എടാ നോക്കടാ, ഇയാള് എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. ഇയാളുടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ റേഷ്യോ 30, 60, 90 എന്ന അളവിലാണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും അല്ലേ. 30ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം ഏതാ? ഇതാണ്. ഇത് മൊത്തം എന്ന് പറയുന്നത് 20 ആണ്. ഇത് എന്ന് പറയുന്നത് എത്ര? ഈ അളവ് 10 ആയിരിക്കും. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് 10 ആണ്. അപ്പൊ 60ക്ക് ഓപ്പോസിറ്റ് 10√3 ആണ്. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് എന്താ? 20 ആണ്. നമുക്ക് വേണ്ടത് ഏത് അളവാ? 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ അളവാണ്. അയാളെ നമുക്ക് മറ്റൊരു രീതിയിൽ 10√3 കിട്ടി. അങ്ങനെയും നമുക്ക് ചെയ്യാം. സെറ്റാണോ? റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ. എടാ, ഇയാൾ എന്ത് സ്തൂപമാണ്? ഇയാൾ ഒരു സമചതുര സ്തൂപം അല്ലെങ്കിൽ സ്ക്വയർ പ്രിസമാണ്. കൂട്ടത്തിൽ നമ്മൾ ആലോചിച്ച് വെക്കണം, ഒരു സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഒരു കാര്യം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സമചതുര സ്തംഭത്തിന്റെ വോളിയം കാണാൻ. സമചതുര സ്തംഭത്തിന്റെ വോളിയം LBH ആണെന്ന്. സമചതുര സ്തംഭം അത് സ്തൂപമാവുമ്പോൾ ഒരു 1/3 അങ്ങോട്ട് വരും. ഇയാളുടെ 1/3 ഭാഗമാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ പോകുമല്ലോ, സ്തൂപമാവും സ്തംഭത്തിൽ നിന്ന് സ്തൂപത്തിലേക്ക് വരുമ്പോൾ. അപ്പൊ ഒരു 1/3 കൂടി അങ്ങോട്ട് കയറി വരും. ആണോ? ഇതും എന്താ? ഈ സ്തൂപത്തിന്റെ ഇക്വേഷൻ ആണ്. ഇയാളൊരു സമചതുരമായത് കൊണ്ട് ഈ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ഒരേ ലെങ്ത് ആണ്. അയാളെ നമ്മൾ A എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ 1/3a²h എന്ന് വിളിക്കും. സെറ്റാണോ? റെഡിയാണോ? നമുക്ക് എന്താ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. മക്കളെ, നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നമ്മളൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. പാദത്തിന്റെ ആരം 9 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററും ആയ വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളവ് എത്ര? എന്താണ്? അപ്പൊ ഇയാളെന്താ? ഒരു വൃത്തസ്തൂപികയാണ്, അല്ലെങ്കിൽ ഇയാളെന്താ? ഒരു കോണാണ്. ഇതാണ് നമ്മളുടെ വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്നത് അല്ലേ. ഇയാളുടെ കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്. എന്താണ്? പാദത്തിന്റെ ആരം ഇതാണ്.
പാദം എന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും. അപ്പൊ ആ സർക്കിളിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉയരവും തന്നിട്ടുണ്ട്. ഉയരമായിട്ടുള്ള എച്ചിനെ നമുക്ക് എന്താ തന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് 12 സെന്റിമീറ്ററും ആണ്. റെഡിയാണോ? ഈ ഒരു കാര്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഈ സ്തൂപികയുടെ അല്ലെങ്കിൽ ഈ കോണിന്റെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ, മൊത്തമുള്ള സർഫസ് ഏരിയ എത്രയെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എടാ, ഒരു സ്തൂപികയുടെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ നമുക്ക് അറിഞ്ഞൂടെ? എന്താ, ഈ കേർവ്ഡ് ആയിട്ടുള്ള ഈ സർഫസിന്റെ ഏരിയയും അതേപോലെ ഈ ബേസിന്റെ ഏരിയയും എന്താ നമ്മളൊന്ന് കൂട്ടും. നമുക്കറിയാം ഈ കേർവ്ഡ് ആയിട്ടുള്ള ഈ സർഫസിന്റെ ഏരിയ, കേർവ്ഡ് സർഫസ് അല്ലെങ്കിൽ വക്രതല വിസ്തീർണം πr/l ആണെന്ന് നമുക്കറിയാം. πr/l ആണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ അടുത്തൊരു ചോദ്യം ഈ സ്തൂപത്തിന്റെ πr/l അല്ലെങ്കിൽ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ ഈ കേർവ്ഡ് സർഫസ് ആയിട്ടുള്ള അതിന്റെ ഏരിയ എത്രയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഇക്വേഷൻ πr/l മാത്രമായിരിക്കണം. ഇവിടെ എന്താ മൊത്തം ഉണ്ട്, നമുക്ക് മൊത്തം ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ട്. അപ്പൊ ഈ കേർവ്ഡ് സർഫസ് ഏരിയയും അതേപോലെ ബേസിന്റെ ഏരിയയും, ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്, ആ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണെന്ന് നമുക്കറിയാം. ഇതിലെല്ലാരും നമുക്കറിയോ? പൈനെ നമുക്കറിയാം, റേഡിയസ് തന്നിട്ടുണ്ട്. എല്ല് നമുക്കറിയോ? എല്ല് ഈ ചെങ്ങായിയാണ് എൽ എന്ന് പറയുന്നത്. എല്ല് അറിയൂലല്ലോ. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വശമായിട്ടുള്ള ഈ ഹൈപ്പോടെന്യൂസ് അല്ലെങ്കിൽ കർണം നമുക്ക് കാണാൻ അറിയും. അപ്പൊ നമ്മൾ എഴുതും L² = ഇയാളുടെ സ്ക്വയർ, അതായത് 9ന്റെ സ്ക്വയർ പ്ലസ് ഇയാളുടെ സ്ക്വയർ 12ന്റെ സ്ക്വയർ. സെറ്റ് ആണോ? 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്, പ്ലസ് 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇതിന് നമ്മൾ ചെയ്യുമ്പോൾ എന്താ, 1ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അതേപോലെ 8ഉം 4ഉം നമ്മൾ 12 എന്ന് കിട്ടും. ഒരു 2 ശിഷ്ടം ഉണ്ടാവും, 225 കിട്ടും. h² = 225 ആണെങ്കിൽ, സോറി h² അല്ല മക്കളെ, L² = 225 ആണെങ്കിൽ L എത്രയായിരിക്കും? √225 ആയിരിക്കും. √225 എന്ന് പറയുന്നത് 15 ആണ്. 15ന്റെ സ്ക്വയർ ആണ് 225 എന്ന് പറയുന്നത്. ഇതേപോലെ എവിടെയെങ്കിലും കൊണ്ട് എഴുതിക്കരുത്. നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നെ വൃത്തിയായിട്ട് എന്താ ഈ പൈതഗോറസിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഷോർട്ട് ആയിട്ടൊക്കെ എഴുതും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇലാബറേറ്റ് എഴുതിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആള്, മീൻസ് ആൻസർ പേപ്പർ നോക്കുന്ന ആൾക്ക് സംതൃപ്തി ആവുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്താ അതിന്റെ ആൻസർ എഴുതുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഇയാളൊന്ന് കോമൺ ആയിട്ട്, ചില ആളുകളൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എടുത്ത് എഴുതും അല്ലേ? ഇതൊന്ന് ഷോർട്ട് ആക്കി എഴുതും. ഇവിടെ ഒരു π ഉണ്ട്, r ഉണ്ട്. ഇവിടെ ഉണ്ട് π ഉണ്ട്, 2 r ഉണ്ട്. അപ്പൊ πr നമ്മൾ കോമൺ ആക്കി എടുക്കുകയാണ്. എന്താ, ഇപ്പൊ കോമൺ ആക്കി എടുത്തില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ മക്കളെ. πr ഞാൻ കോമൺ ആക്കി എടുത്തു. ഇതിൽ നിന്നും πr കോമൺ ആക്കി എടുത്താൽ ഇവിടെ വേറെ ആരാ ഉണ്ടാവുക? L ഉണ്ടാവും, പിന്നെ ഒരു പ്ലസ് ഉണ്ടാവും. ഇവിടെ ഒരു റേഡിയസിനല്ലേ, ഒരു റേഡിയസിനെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരാളും കൂടി അവിടെ ഉണ്ടാവും, ഒരു റേഡിയസും കൂടി അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, πr × L + r എന്ന് വരും. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഇക്വേഷൻ തന്നെയാണ്. ഇനിയിപ്പോ ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിലും ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ കിട്ടും. കുറച്ച് കൂടുതൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പൈ നമുക്കറിയാം, റേഡിയസ് നമുക്കറിയാം, നമ്മൾ കണ്ടെത്തിയില്ല, ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ 9 × എന്താ ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു എന്നല്ല അർത്ഥം, ഇൻറ്റു L എന്ന് പറയുന്ന ചങ്ങായി എത്രയാ, അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 50 ആണ്. പ്ലസ് r എന്ന് പറയുന്നത് എത്രയാ? r എന്ന് പറയുന്നത് ഇതാണ്. r എന്ന് പറയുന്നത് അത് 9 ആണ്. സെറ്റ് ആണോ? റെഡി ആണോ? ഈ h-നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. h-നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് h നമുക്ക് തന്നത്. ഓക്കെ, എഴുതും ഈ π × 9 അല്ലെങ്കിൽ 9 × π എന്ന് പറഞ്ഞാൽ 9π ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. 15 + 9 എന്ന് പറയുന്നത് 40 ആണ്. അതും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സെറ്റ് അല്ലേ? ഈ 9നെയും 14നെയും നമ്മളൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക. 4 9 36 ആണ്. ഒരു 3 ശിഷ്ടം ഉണ്ടായിരിക്കും. 1 9 9, 10 11 12, 126
പൈ സെന്റിമീറ്റേഴ്സ് ഏരിയ ആയതുകൊണ്ട് തന്നെ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. റെഡി ആണോ? ഇയാള് ഈ പൈ ആർ എൽ എന്ന് പറയുന്ന കേർവ്ഡ് സർഫസ് ഏരിയ, അതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ ചോദിച്ചാൽ പൈ ആർ എൽ ആണ്. സെറ്റ് ആണോ? റെഡി ആണോ? ഓർമ്മല്ലേ? അപ്പോ ഇയാള് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ എല്ലും പിന്നെ താഴെയുള്ള ആ പൈ ആർ സ്ക്വയറും കൂട്ടിയിട്ടുള്ളതാണ്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക, ഇയാളുടെ വോളിയം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏതൊരു വൃത്തസ്തംഭത്തിന്റെ വോളിയവും കാണാൻ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണെന്ന് നമുക്കറിയാം. സ്തൂപമാവുമ്പോൾ ഒരു 1/3 കൂടി അതിന്റെ മുന്നിൽ വരും. അപ്പൊ ഇയാളുടെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. നമ്മളെന്താ ഓർത്ത് വെക്കണം. സെറ്റ് അല്ലേ? കൂട്ടത്തിൽ മറ്റൊരു കാര്യം ഓർത്ത് വെക്കാം. എടാ ഈ സെക്ടറിന്റെ ഒരു സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം ഉണ്ടാവും. ഈ വൃത്താംശത്തിന്റെ ഈ റേഡിയസ്, ഇതല്ലേ വൃത്താംശത്തിന്റെ സെക്ടറിന്റെ റേഡിയസ്, ഇത് കോണ് എക്സ് എന്ന് പറയും. ഈ വൃത്താംശത്തിന്റെ ഈ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അയാളും ഈ ചെരിവുരമായ എല്ലും തുല്യമായിരിക്കും എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ പറഞ്ഞിട്ടുള്ള ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്, അവിടെ ഒരു ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപനീളുണ്ട്, അയാള് എന്ന് പറയുന്നതും ഇയാള് ഈ ചുറ്റളവ് താഴെയുള്ള ബേസിലെ പെരിമീറ്റർ എന്ന് പറയുന്നതും തുല്യമായിരിക്കും. ഓർത്ത് വെക്കണം. നമ്മൾ ഈ സെക്ടർ മടക്കിയിട്ടാണ് അല്ലെങ്കിൽ വളച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, ഇതേപോലെ ഒരു വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ ഉണ്ടാക്കുക. സെറ്റായോ? നിങ്ങൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും മോഡലായിട്ടാണ് നിങ്ങൾ ചെയ്യണത്. അപ്പൊ ഇതൊന്ന് എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാം. ചോദിച്ച കാര്യങ്ങൾ മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകരുത്. റെഡിയാണോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ആ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് നമുക്ക് നോക്കാം. കട്ടിയായ ഒരു ഇരുമ്പ് ഗോളത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ആ കട്ടിയായിട്ടുള്ള ഒരു ഇരുമ്പ് ഗോളം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മളുടെ കട്ടിയായിട്ടുള്ള ഒരു ഇരുമ്പ് ഗോളം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഗോളം നമുക്കറിയാം ഒരു പന്ത് പോലെയാണ്. കാണുമ്പോൾ ഇയാൾ വൃത്താന്നൊക്കെ തോന്നും. നമുക്ക് ഇങ്ങനെ ബോർഡിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗോളത്തിന്റെ വ്യാപ്തം പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. ഈ ഗോളത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏതൊരു ഗോളത്തിന്റെ വ്യാപ്തം കാണാനും അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണെന്ന്. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചങ്ങായിയാണ് ആര്? ഗോളം അല്ലെങ്കിൽ സ്ഫിയർ എന്ന് പറയുന്നത്. ഹെമിസ്ഫിയർ ഉണ്ട്, അതും ഭയങ്കര സിമ്പിൾ തന്നെയാണ്. അപ്പൊ ഇയാളുടെ വോളിയം ഞങ്ങൾ കാണാൻ പോവുകയാണ്. വോളിയം ഈക്വൽ ടു 4/3 എന്ന് നമുക്കറിയാം, പൈനി നമുക്കറിയാം, റേഡിയസ് ആയിട്ടുള്ള ആറിന് ഇവിടെ വരെ തന്നിട്ടുണ്ട് 6 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അയാളെ എഴുതാണ് 6 × 6 എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ വെട്ടാൻ സുഖത്തിനാണ് ഞാൻ ഇയാളെ സ്പ്ലിറ്റ് ചെയ്യും. ഈ 6നെയും അതേപോലെ ഈ 3നെയും ഞാൻ കട്ട് ചെയ്തു 2 എന്ന് വരും. 2, 3, 6 അല്ലേ മക്കളെ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ 6 × 6 എന്ന് പറയുന്നത് എത്രയാ? 36 ആണ്. ആ 36 × 2 എന്ന് പറയുന്നത് 72 ആണ്. അപ്പൊ 4 × പൈ × 72 എന്ന് വരും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡിയാണോ? അടുത്തൊരു സ്റ്റെപ്പിൽ 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. 4 × 7 എന്ന് പറയുന്നത് 28 ആണ്. 288 പൈ വ്യാപ്തമായത് കൊണ്ട് തന്നെ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയും. റെഡിയാണോ? നമുക്ക് അടുത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. കൂട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് വെക്കണം. അത് ഞാൻ അടുത്തൊരു കാര്യത്തിൽ നമുക്ക് പറയാം. അപ്പൊ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഗോളം ഉരുക്കി മെൽറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു ഗോളത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി, ഉരുക്കി മാറ്റിയിട്ട് കട്ടിയായ വൃത്തസ്തൂപിക നിർമ്മിച്ചിട്ടുള്ള വൃത്തസ്തൂപികയുടെ ആരം 6 സെന്റിമീറ്റർ ആയാൽ ഉയരം എത്രയായിരിക്കും? അപ്പൊ ഒരു സംശയമില്ലാതെ മക്കളെ ഒരു വൃത്തസ്തൂപിക കണ്ട് വരച്ചോണ്ടു. ഇതാണ് നമ്മളുടെ വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. അപ്പൊ ഈ വൃത്തസ്തൂപികന്റെ റേഡിയസ് 6 സെന്റിമീറ്റർ ആയാൽ ഈ 6 = 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇയാളുടെ ഉയരം എത്രയായിരിക്കും? അതായത് ഈ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഹൈറ്റ് അല്ലേ? ഇയാളെ നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ടുള്ള എൽ എന്ന് നമ്മൾ പറയും അല്ലേ? സെറ്റ് ആണോ? റെഡി ആണോ? ഓക്കെ. അപ്പൊ ഇയാളുടെ ചോദിച്ചിട്ടുള്ളത്? ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊരു കാര്യം ഇവിടെ ആലോചിച്ച് വെക്കണം. ഇയാളെ ഉരുക്കിയിട്ട് നമ്മൾ ഇതേപോലത്തെ കുറെ ആൾക്കാരല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇയാളെ ഉരുക്കിയിട്ട് ഇയാളെ പോലെ ഒറ്റ ഒരാളെ ഉരുക്കിയിട്ട് മാറ്റിയിട്ട് ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ
ഈ വ്യാപ്തത്തിന് എന്താ മാറ്റം സംഭവിക്കൂല, വോളിയത്തിന് എന്താ മാറ്റം സംഭവിക്കൂല. ഇയാളുടെ വോളിയം തന്നെയായിരിക്കും ഇയാളുടെ വോളിയം എന്ന് പറയുന്നത്. കുറെ ആൾക്കാരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് വോളിയം സ്പ്ലിറ്റ് ആയിട്ട് പോവുള്ളൂ അല്ലേ. ഇവിടെ ഇയാളെ വോളിയത്തിനെ ഉരുക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഉരുക്കുക എന്ന് പറയുന്നതും ചെത്തിക്കളയുക എന്ന് പറയുമ്പോഴും എന്താ നമ്മളവിടെ വോളിയത്തിനെയാണ് നമ്മൾ ചെയ്യുന്നത്. സെറ്റാണോ? അപ്പോൾ ഇയാളുടെ വോളിയം തന്നെയായിരിക്കും ഇയാളുടെ വോളിയം. നമുക്ക് ഈ സംഭവം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പൊ ഇയാളുടെ വോളിയം എന്ന് പറയുന്നത് എത്രയാ 288 സെന്റിമീറ്റർ ക്യൂബ് തന്നെ ആയിരിക്കും. അപ്പൊ ഇയാളുടെ വോളിയം കാണാൻ നമുക്കറിയാം. അപ്പൊ ഇയാളുടെ വോളിയമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ ഹൈറ്റ് ആയിട്ടുള്ള എച്ചിനെ നമുക്ക് കിട്ടും. ഇയാളുടെ വോളിയം ഏതൊരു സ്തൂപത്തിന്റെയും അല്ലെങ്കിൽ ഈ ഒരു വൃത്തസ്തൂപികയുടെയും വ്യാപ്തം കാണാൻ നമുക്കറിയാം. 1/3 πr²h. ഈ 1/3 πr²h എന്നാണ് നമുക്ക് അറിയാം. ഇത് എന്ന് പറയുന്നത് 288 പൈ തന്നെ ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്താ ഇയാളുടെ വോളിയത്തിനെ ഒരുക്കിയിട്ട് ഇതേപോലത്തെ ഒരാളെ തന്നെ ഉണ്ടാക്കണം. വോളിയത്തിന് എന്താ ചേഞ്ച് സംഭവിക്കില്ല, മാറ്റം സംഭവിക്കില്ല. ഈ പയ്യനെയും എനിക്ക് കട്ട് ചെയ്തൂടെ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ റേഡിയസിന്റെ സ്ഥാനത്ത് ഈ 6 എന്ന് പറഞ്ഞ റേഡിയസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ ഇയാൾ വെറുതെ ഒന്നല്ല തന്നിട്ടുള്ളത്, ഇയാളെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ 6ന്റെ സ്ഥാനത്ത് ഞാൻ എന്താ 6 കൊടുക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/3 × 6 × 6 എന്ന് എഴുതിക്കൂടെ? r² ഞാൻ 6 × 6 എന്ന് എഴുതുന്നു. ഇൻറ്റു h എന്ന് വരും ഈക്വൽ ടു 288. ഈ 6ഉം ഈ 3നും ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, റെഡി ആണോ? അപ്പോ ഈ 2 × 6 എന്ന് പറയുന്നത് 12h ഈക്വൽ ടു 288 എന്ന് കിട്ടും. h ഈക്വൽ ടു 288/12 ഈക്വൽ ടു 24 എന്ന് വരും. 288നെ 12 കൊണ്ട് ഹരിച്ചാൽ 24 എന്ന് വരും. അപ്പൊ h ഈക്വൽ ടു 24 എന്ന് കിട്ടും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡി ആണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു മെത്തേഡിലൂടെയും നമ്മൾ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എടാ, ഒരാളെ ഒരുക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ വോളിയത്തിനെയാണ് നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ അയാളുടെ വോളിയത്തെ ഇയാളെ വോളിയം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് h ആയിട്ടുള്ള എച്ചിന് നമുക്ക് കിട്ടും, ഹൈറ്റ് ആയിട്ടുള്ള ആളെ കിട്ടും. നമ്മൾ മുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുക്കുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്താ ആ വലിയ ആളെ വോളിയത്തെ നമുക്ക് ചെറിയ ആളെ വോളിയം കൊണ്ട് ഹരിച്ചപ്പോ എന്താ അവിടെ എണ്ണായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇയാളുടെ വോളിയം കൊണ്ട് ഞാനൊന്ന് ഹരിക്കാൻ പോവുകയാണ്. ഓക്കെ, സെറ്റാണോ? അപ്പൊ ഇയാളെ വോളിയത്തെ ഞാൻ V1 എന്ന് വിളിച്ചു, ഇയാളെ വോളിയത്തെ V2 എന്ന് വിളിച്ചു. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം, V1 എന്ന് പറഞ്ഞാൽ ആരുടെ വോളിയ? ഈ സ്ഫിയറിന്റെ വോളിയാണ്. V2 എന്ന് പറഞ്ഞാൽ ഇയാളെ വോളിയാണ്. നിങ്ങൾ എഴുതി വെക്കണം, വെറുതെ V1ഉം V2 എടുക്കരുത്. അപ്പൊ അയാളെ വോളിയത്തെ ഞാൻ ഇയാളെ വോളിയം കൊണ്ട് ഹരിച്ചു. ഇയാളെ വോളിയം എന്ന് പറയുന്നത് 288 പൈ ആണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട നമുക്ക്. ഈ ആളെ ഞാനാണ് എഴുതാൻ പോകുന്നത്. എത്രയാ? 4/3 പൈ × 6 × 6 അതന്നെയല്ലേ ഫസ്റ്റത്തെ ആളെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, രണ്ടാമത്തെ ആളുടെ വോളിയം എന്ന് പറയുന്നത് 1/3 × പൈ 1/3 × പൈ ഇല്ല അല്ലെ? ഓക്കെ, 1/3 × ഓക്കെ പൈ ഉണ്ട്. 1/3 × പൈ × r എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ സ്ക്വയർ × h എന്ന് പറയുന്നത് എത്രയാ? h ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? റെഡി ആണോ? 1/3 πr² × h അല്ലേ? ഞാൻ വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഈ 6നെയും ഞാൻ കട്ട് ചെയ്തു, ഈ 6നെയും ഞാൻ കട്ട് ചെയ്തു. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ പയ്യനെയും ഞാൻ കട്ട് ചെയ്തു, ഈ 3നെയും ഞാൻ കട്ട് ചെയ്തു. അവസാനം ആരാ ഉള്ളത്? 4 × 6 എന്ന് പറഞ്ഞാൽ 24 ആണ്. h എന്ന് പറയും. ഓക്കെ, ഈ hനെ ലെഫ്റ്റിക്ക് പോകുമ്പോൾ ഈ hനെ ഞാൻ ലെഫ്റ്റിക്ക് കൊണ്ട് ഹരിക്കണം, h ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഗുണിക്കണം h ആയിരിക്കും. h ഈക്വൽ ടു 24 എന്ന് വരും. സെന്റിമീറ്റർ ആണ് മക്കളെ. h ഈക്വൽ ടു 24 സെന്റിമീറ്ററിലാണ്. ഓക്കെ, നമുക്ക് കിട്ടിയോ? സെറ്റ് ആണോ? റെഡി അല്ലേ? കൂട്ടത്തിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇയാളൊരു സ്ഫിയർ ആണ്, ഇയാളൊരു ഹെമി സ്ഫിയർ ആണെങ്കിൽ, ഇയാളുടെ പകുതി ആണെങ്കിൽ ഇയാളുടെ വോളിയം എന്ന് പറയുന്നത് 2/3 πr³ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഇയാളുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്
അതായത് സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണെന്നും ഓർത്ത് വെക്കുക. അയാൾ ഒരു ഹെമിസ്ഫിയർ ആണെങ്കിൽ അയാളുടെ ടോട്ടൽ സർഫസ് ഏരിയ 3πr² ആണെന്നും ഓർത്ത് വെക്കുക. 2πr² എഴുതാനൊക്കെ നമുക്ക് തോന്നും, അതൊന്നും എഴുതരുത്. 3πr² ആണ് ഹെമിസ്ഫിയർ. ഇതാണ് നമ്മളുടെ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. സെറ്റ് ആണോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം.